ഒരു മികച്ച ഛായാഗ്രഹകനെ പോലെ വേദിയിൽ വെളിച്ചത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച ആളാണ് ശങ്കുണ്ണി. നാടകങ്ങൾക്ക് സിനിമയുടെ ദൃശ്യചാരുത നൽകിയ വ്യക്തി. സ്റ്റേജിലൊരു കഥാപാത്രം ചിരിക്കുമ്പോഴോ കരയുമ്പോഴോ കലഹിക്കുമ്പോഴോ ഏത് ലൈറ്റ് മുഖത്ത് വീഴ്ത്തണമെന്നുള്ള ഭാവനയുണ്ടായിരുന്നു ശങ്കുണ്ണിക്ക്. വെളിച്ചത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് കഥാപാത്രങ്ങൾക്ക് മിഴിവ് നൽകുക മാത്രമല്ല, അഭിനേതാക്കളുടെ ഭാവരസങ്ങൾക്ക് അർത്ഥവ്യാപ്തി നൽകുകയും ചെയ്യുകയായിരുന്നു ഈ അണിയറ ശില്പി. തീർച്ചയായിട്ടും നല്ല ലൈറ്റിംഗ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നന്നായിരിക്കണം. അതിൻ്റെ ഉദാഹരണം KPSCയുടെ കയ്യും തലയും ഇടുന്ന നാടകം ഇറങ്ങിക്കഴിഞ്ഞു. നാടക റിഹേഴ്സൽ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഫസ്റ്റ് രംഗം സന്ധ്യയായി, വണ്ടി കേടായി, എല്ലാം കൊണ്ട് ഇരുന്നുകൊണ്ട് ഒരിടത്തിരുന്നുകൊണ്ട് പാടുന്നു. ഞാൻ പറഞ്ഞു അത് വിരോധാഭാസം, ആൾക്കാർക്ക് എന്ത് ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് വെച്ചു. ഒന്നുമില്ലെന്ന് കാരണം ഞാൻ ആർട്ടിസ്റ്റ് കേശവനോട് പറഞ്ഞു, കേശവൻ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് വരയ്ക്കുമ്പോൾ പകുതിക്ക് സ്കൈ, ബാക്കിയുള്ളത് പാറയും ചെടിയും മരമൊക്കെ വരച്ചിട്ട് എനിക്ക് ഇത്ര സ്കൈ വേണമെന്ന് പറയും. അപ്പോൾ ഞങ്ങളുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു അതാ നമുക്ക് അതിനകത്തൊരു പ്ലാൻ ചെയ്യാനുള്ളത്. പിറ്റേ ദിവസം പുള്ളി വരും, അത് മാറ്റ് ഫിനിഷിങ് റഫ് വർക്ക് ആയതുകൊണ്ടെന്ന്. ചുമ്മാ കണ്ടാൽ വെറും പിച്ച് പറിച്ച് വലിക്കുക പാറയതൊക്കെ. ഈ ലൈറ്റ് വീഴുമ്പോൾ എക്സ്പോസ് ചെയ്ത് വരുള്ളൂ. അത് ഞങ്ങൾക്കറിയാം. അത് തോപ്പിൽ വാസ് കണ്ടു പറഞ്ഞു, ഇടോ കേശവ ഇതാണ്ട് കൊച്ചു പിള്ളേർ വരച്ചാണ്. ഞാൻ പറഞ്ഞു ആശാന ഇതിപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല, ഇപ്പോഴല്ല, ഞങ്ങൾ സ്റ്റേജ് കാണിക്കാറുണ്ട്. സ്റ്റേജ് കാണിച്ചതെന്ന് അറിയുമ്പോൾ ഞങ്ങൾ അതിൻ്റെ പുറയിൽ ഈ രംഗം തുടങ്ങി ഒരു 5-6 മണിയാകുമ്പോൾ തുടങ്ങി തീരുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കാൻ പോവാം. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ വലുതായി വന്ന് അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിൽ ഈ സ്കൈയിൽ എനിക്ക് കാണിക്കാൻ നോക്കുമോ. അതാണ് ആർട്ടിസ്റ്റും ഞങ്ങളുമായിട്ട് ഈ സെറ്റുമായിട്ടുള്ള ബന്ധം. അപ്പം എൻ്റെ കണക്കിന് പുള്ളി ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കണക്കിന് പുള്ളി ഇത് വരച്ചു തന്നു. അന്നേരം ഈ ഇരുട്ടത്ത് സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ ഇവർ പാടാൻ തുടങ്ങി. പാട്ടാണ് തീരാറായപ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ആക്ടേഴ്സിനെ കാണാമായിരിക്കും. ഉടനെ ചന്ദ്രൻ ഉദിച്ചു. ചന്ദ്രൻ ലൈറ്റിൽ ഈ ആക്ടേഴ്സിനെ കാണുകയാണ്. അങ്ങനെ ആ രംഗം തീരുകയും അപ്പോൾ കാണാം നല്ല രസമാണ്. ആ ലാൻഡ്സ്കേപ്പും ഈ ചെടിയൊക്കെ നിൽക്കുന്ന ആ ഡിം ലൈറ്റിൽ കറക്റ്റായിട്ട് കടി ഭയങ്കര ക്ലാപ്സാണ്. ഞാൻ തോപ്പിയുടെ വെച്ച് ഇപ്പോൾ എനിക്ക് വെച്ചു കാര്യം ഇത് ഞങ്ങളുടെ ട്രേഡ്, ഞങ്ങളത് ആരും ചെയ്യട്ടെ, അത് കഥാകൃത്തിലല്ല, അത് ആർട്ടിസ്റ്റും ലൈറ്റ്മാനോട് ചേർന്ന് ഇങ്ങനെ നടക്കുള്ളൂ എന്ത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ പലതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നാടക അണിയറക്കാരിൽ ജനശ്രദ്ധ ഏറെയൊന്നും കിട്ടാതെ പോകുന്ന വിഭാഗമാണ് ശബ്ദവും വെളിച്ചവും നിയന്ത്രിക്കുന്നവർ. ഒരു നാടകത്തിന് കർട്ടനുയരുമ്പോൾ അരങ്ങത്ത് വന്നു പോകുന്ന അഭിനേതാക്കളാണ് പ്രേക്ഷകർക്ക് എന്നും ഏറെ പരിചിതർ. അരങ്ങിന്റെ പിന്നാമ്പുറത്തേക്ക് മാറി നിൽക്കുകയും നാടകത്തിന്റെ വിജയത്തിനായി വലിയ പ്രയത്നം സമർപ്പിക്കുകയും ചെയ്യുന്നവർ ഇവിടെ ഉണ്ടെന്ന് പലരും ഓർക്കാറില്ല. അംഗീകാരങ്ങൾ ഏറെയൊന്നും കിട്ടാതെ പോയ ഒരു വലിയ കലാകാരനാണ് ശങ്കുണ്ണി. സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് നേടാനായത് മാത്രമാണ് കലാജീവിതത്തിനിടയിലെ ഇദ്ദേഹത്തിന്റെ വലിയ സന്തോഷം. 50 വർഷത്തിനിടയ്ക്ക് ആർട്ടിസ്റ്റ് കേശവൻ്റെയോ എൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഒരിടത്ത് കാണാൻ സാധിക്കാൻ ഞങ്ങളുടെ അവരുമായിട്ട് മീറ്റ് ചെയ്യാറില്ല. അവർക്ക് ആവശ്യമില്ലാത്തത് ഞങ്ങൾ വേണ്ട നോക്കും. നമ്മളെന്ത് ചെയ്താലും പുറത്താരും അറിയുന്നില്ലല്ലോ. അതിന് ഈ അണിയറ ശില്പികൾ എന്നാണ് പറയുന്നത്. അവരതിനകത്തെ കാര്യം കറക്റ്റ് സെറ്റിങ്സ് ലൈറ്റ് മാറ്റമൊക്കെ ചെയ്തു. പക്ഷേ അണിയറ ശില്പികൾ അവർക്ക് ആക്ടേഴ്സുമായിട്ട് അല്ല സ്റ്റേജുമായിട്ടൊരു ബന്ധമില്ല. പക്ഷേ സ്റ്റേജിലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇവർ വേണം താൻ. അതതിൻ്റെ വ്യത്യാസമാണ്. ഒരൊറ്റ സ്ഥലത്തും ഒരു ഫോട്ടോയ്ക്ക് ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല. വിഭാര്യനാണ് ശങ്കുണ്ണി. ഭാര്യയുടെ വിയോഗം ഇന്നും തീരാത്ത വേദനയാണ് ഇദ്ദേഹത്തിന്. മക്കളായി ഒരു മകളും മകനുമാണ് ഉള്ളത്. കലാകാരനായ മകൻ പിതാവിന്റെ കാലടികൾ പിന്തുടരുകയാണ്. മക്കളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒപ്പം നിൽക്കുന്നതാണ് ഈ ജീവിത സായാഹ്നത്തിൽ ശങ്കുണ്ണിയുടെ സന്തോഷം. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭാര്യ മരിച്ചുപോയി. എനിക്ക് 2 കുട്ടികളാണ്. മൂത്തത് മോളാണ് നിമ്മി, അവൾ ദുബായിലാണ്. പിന്നെ എൻ്റെ മകനാണിപ്പോൾ ഈ സൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. മകൻ്റെ ഭാര്യയാണ് ഇത്, മകൻ്റെ കുട്ടിയും. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇവിടെ ഇപ്പം വെറുതെ ഇരിക്കുക. അതിപ്പോൾ നോക്കിയിട്ട് തന്നെ മകൻ മാത്രമേ ഉള്ളൂ. പുതിയ നാടകക്കാരുടെ പഴയ നാടകത്തിലെ ലൈറ്റും ഇപ്പോഴത്തെ പുതിയ നാടകത്തിലെ ലൈറ്റുമായിട്ട് വ്യത്യാസമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പുതിയ നാടകക്കാരുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ഉള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ഇവിടെ ലോക്കലിലുള്ള വർക്ക് ചെയ്തുകൊണ്ട് ശരിയായിക്കൊണ്ടിരിക്കുക.
1954 സ്നാപക യോഹന്നാൻ എന്ന നാടകത്തിൽ തുടങ്ങി അരങ്ങിന്റെ ശബ്ദവും വെളിച്ചവുമായി 5 പതിറ്റാണ്ടോളം നീണ്ട വിശ്രമമറിയാത്ത നാടക ജീവിതം. നാടകപ്രേമികൾക്ക് കാഴ്ചയുടെ നവ്യമായ അനുഭവം പകർന്നു നൽകിയ ഇന്നലെയുടെ താരത്തിന് ഇപ്പോൾ പുതിയ കാലത്തിന്റെ സാങ്കേതിക മുന്നേറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ താൽപ്പര്യമില്ല.